ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കുട്ടികളുടെ കേരള പാഠാവലിയിലെ 5ാമത്തെ യൂണിറ്റ് കടലോളം സ്നേഹം എന്നാണ് ഈ യൂണിറ്റിൻ്റെ പേര്. ഇതിലെ ഫസ്റ്റിലെ നമുക്ക് തന്നിട്ടുള്ള ഈ കടലോളം സ്നേഹം എന്നുള്ള ഈ ഒരു ചെറിയ പോർഷനാണ് നമ്മൾ എടുക്കുന്നത്. അതും അതിലെ 2 ക്വസ്റ്റ്യൻസുമാണ് ചെയ്ത് നോക്കുന്നത് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD 5 2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ലഭിക്കുന്നതാണ് കേട്ടോ. ഇനി മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. തുടർക്കഥ. പൂവ് ആദ്യമായി കൺതുറന്നു. അമ്മച്ചെടിയെ നോക്കി ചിരിച്ചു. വൈകാതെ അവൾക്കൊരു കൂട്ടുകാരിയെ കിട്ടി, ഒരു കൊച്ചുകുട്ടി. കുട്ടി ചോദിച്ചു, പൂവിന് ചിരിക്കാനറിയാമോ? ഞങ്ങൾ എപ്പോഴും ചിരിക്കുകയാണല്ലോ. പൂവ് കുട്ടിയോട് ഒരുപാട് കഥകൾ പറഞ്ഞു. മുട്ടായിരുന്നപ്പോൾ തോന്നിയ വിടരാനുള്ള മോഹത്തെക്കുറിച്ച്, ആരും കേൾക്കാതെ അമ്മ പാടുന്ന താരാട്ടിനെക്കുറിച്ച്, ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാറ്റിനെക്കുറിച്ച്. സന്ധ്യയായി. പൂവ് ധാരാളം കഥകൾ പറഞ്ഞിരുന്നെങ്കിലും പറയാത്തവ പറഞ്ഞതിലും ഏറെയായിരുന്നു. കുട്ടി വീട്ടിലേക്ക് തിരിച്ചുപോയി ഉറങ്ങി. രാവിലെ പൂവിനെ തിരഞ്ഞെത്തിയ കുട്ടി നിലത്തൊരു പൂവ് കൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. അതവളുടെ കൂട്ടുകാരി പൂവായിരുന്നു. കുട്ടിക്ക് കരച്ചിൽ വന്നു. ഇനിയും കഥകൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനു മുൻപേ കൊഴിഞ്ഞതെന്തേ? അമ്മച്ചെടി സമാധാനിപ്പിച്ചു. കരയല്ലേ, കഥകൾ പറഞ്ഞു തരാൻ അവൾ ചിലരെയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇളങ്കാറ്റിൽ മൊട്ടുകൾ തലയാട്ടി സമ്മതിച്ചു. അതെ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വളരെ മനോഹരമായ ചെറിയൊരു കഥ അല്ലേ മക്കളെ? ഒരു പൂവിനെയും അതിനെ സ്നേഹിച്ച കുട്ടിയെയും കുറിച്ചാണ് ഈ ചെറിയ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. കുട്ടി ഈ പൂവിൻ്റെ കൂട്ടുകാരിയായിരുന്നു. ഒരു ദിവസം കുട്ടിക്ക് പൂക്കൾ കഥകൾ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ആ കഥകൾ മുഴുമിപ്പിക്കാനാവാതെ പൂവ് പിറ്റേ ദിവസം കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്ന കുട്ടിയോട് അമ്മച്ചെടി പറയുന്നുണ്ട്, സങ്കടപ്പെടേണ്ട, അവളുടെ പിൻഗാമികളായിട്ട് ആരുണ്ട്? മുട്ടുകളുണ്ട്, പുതിയ മുട്ടുകളുണ്ട്. ഈ മുട്ടുകൾക്ക് അവൾ കഥകൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് ആ കഥകളെല്ലാം ഇവർ പറഞ്ഞു തരുന്നതാണെന്ന് പറഞ്ഞു അല്ലേ. ചോദ്യം നോക്കൂ. കുട്ടിയുടെ സങ്കടം തീർക്കാൻ അമ്മച്ചെടി പറഞ്ഞതെന്താണ്? കഥകൾ പറഞ്ഞു തരാൻ പൂവ് മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് അമ്മച്ചെടി പറഞ്ഞത്. ചോദ്യം 2. മൊട്ടുകൾ കുട്ടിയോട് പിന്നീട് പറഞ്ഞ കഥകൾ എന്തൊക്കെയാവാം? വെയിലേകുന്ന സൂര്യനെക്കുറിച്ച്, വേദനിപ്പിച്ചുകൊണ്ട് മൊട്ട് പറിച്ചോടുന്ന കുട്ടികളെക്കുറിച്ച്, വെള്ളം നൽകുന്ന കുട്ടിയെക്കുറിച്ച്, പൂക്കൾ സമ്മാനമായി നൽകുന്ന സൗഹൃദത്തെക്കുറിച്ച്, കൊഴിഞ്ഞു വീഴാറാവുമ്പോഴുള്ള സങ്കടത്തെക്കുറിച്ച് തുടങ്ങി ഒട്ടേറെ കഥകൾ മൊട്ടുകൾ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും. ഇത് മാത്രമേ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ ചെയ്യാനായിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ തുടർ പാഠമായിട്ടുള്ള എൻ്റെ അമ്മ എന്നുള്ള കഥ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ വീഡിയോ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് ചെയ്ത 2 പ്രവർത്തനം എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സ്നേഹത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരാശയവും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കരുത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്